ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ ഗീതാശിവൻ. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രത്തിൽ 49 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളവരുടെ അനുഭവങ്ങളെക്കുറിച്ചാണ്. വളരെ കഷ്ടതകൾ നിറഞ്ഞൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇവർ എത്ര ഉയരങ്ങളിലാണ് ഉണ്ടെങ്കിലും, എത്ര സ്ഥാനമാനമുള്ളവരാണെങ്കിലും, എത്ര ധനികരാണെങ്കിലും, എന്തുവാണെങ്കിലും, എങ്ങനെയായിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ ഈ ദുരിതങ്ങൾ ഉറപ്പായിട്ട് അനുഭവിക്കുന്നവരായിരിക്കും. കാരണം മാർച്ച് മാസം 29 മുതൽ ഇവർക്ക് ഏഴരശനിക്കാലം തുടങ്ങി. അതിനോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇവർക്ക് ചൊവ്വാദശ കാലം കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്ര കൃത്യമായിട്ട് ഞാനിത് പറയാൻ കാരണം അന്ന് അത്രമാത്രം അനുഭവങ്ങൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഏഴരശനിയും കൂടെ ആയപ്പോഴത്തേക്കിന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് കാരണമെന്ന് വെച്ചാൽ ഏഴരശനി അത്ര നല്ല കാലമൊന്നുമല്ല, വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള 7 വർഷക്കാലമാണ് ഇവരത് നേരിടേണ്ടത്. അതിനോടൊപ്പം തന്നെ ഈ ചൊവ്വാദശ എന്ന് വെച്ചാൽ 7 വർഷക്കാലത്തേക്കാണ് ഉള്ളത്. നേരത്തെ മുതൽ അനുഭവിക്കുന്നവരുണ്ട്, ഇപ്പോൾ അനുഭവിക്കാൻ തുടങ്ങിയവരുണ്ട്. അപ്പോൾ എന്നാൽ ഏഴരശനിക്കാലം എല്ലാവരും ഈ മാർച്ച് മാസം 29-ാം തീയതി മുതലാണ് അനുഭവയോഗ്യമായി തുടങ്ങിയിരിക്കുന്നത്. അത് 7 വർഷക്കാലത്തേക്ക് അത് നല്ല ഗ്രഹസ്ഥിതി ഉള്ളവർക്കാണെങ്കിലും, ദശാകാലങ്ങളുള്ളവർക്കാണെങ്കിലും, മോശ ദശാകാലങ്ങളുള്ളവർക്കാണെങ്കിലും തുല്യമായിട്ട് അശ്വതി നക്ഷത്രം, മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാർ, മേടക്കൂറുകാർക്ക് പൂർണ്ണമായിട്ട് ഏഴരശനി അനുഭവിക്കണം. അതിൽ മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അവർ അനുഭവിച്ചേ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്? തുടക്കമാണെങ്കിൽ നിങ്ങളത് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കുക. അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിത് അനുഭവിച്ച് കഴിഞ്ഞവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ തന്നെ എല്ലാവരും അനുഭവിച്ച് കഴിഞ്ഞവരുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നത്? കളവ്, വഞ്ചന, കേസിൽ കുടുങ്ങുക, കലഹം, രക്തപിത്താതി ദുഷിച്ച രോഗമുണ്ടാകുക, ഇങ്ങനെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു. ദുർനടപ്പുകാരുമായിട്ടുള്ള സഹവാസം കാരണം ദുർവാസനയ്ക്കിടവരിക, വഞ്ചിതരാകുക, അതുപോലെ ജയിൽവാസം മുതലായ ദുരിതങ്ങൾ ഇടവന്നേക്കുക. മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ആയിരിക്കും നമ്മൾ പോയി ശിക്ഷ അനുഭവിക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങൾ നമ്മുടെ തലയിൽ വന്നു വിടുകയും നമ്മൾ അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക രോഗങ്ങൾ, കടുത്ത തലവേദന, തലയ്ക്ക് ഭാരം, ഗുരുജനങ്ങളും ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായിട്ടുള്ള വാക്കുതർക്കം, കലഹം, വിരോധം, വേർവിടാനുള്ള യോഗം, കാര്യത്തിലും തടസ്സം. എന്ത് കാര്യത്തിലിറങ്ങിയാലും അതിനെല്ലാം തടസ്സം. ഒരുപാട് പേര് വിരോധികളായി മാറുക, എല്ലാവരും നമ്മളെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് കാണുക. ഇൻവെസ്റ്റ് ചെയ്താലും ബിസിനസ് എല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നു. എത്ര നല്ല രീതിയിലുള്ള ബിസിനസ് ആണെങ്കിലും വളരെ മോശം അവസ്ഥയിലേക്കത് പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണെങ്കിൽ വളരെ ശ്രദ്ധ വേണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാനൊക്കെ ഇടനില നിൽക്കാനോ കടം വാങ്ങാനോ കടം കൊടുക്കാനോ പാടില്ല. 1 രൂപ നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കാൻ പാടില്ല. കാരണം അവർ നിങ്ങളെ വഞ്ചിതരാക്കുകയും ലാസ്റ്റ് നിങ്ങൾ ഭിക്ഷാടനക്കാരെ പോലെ അവരുടെ മുന്നിൽ കൈ നീട്ടി നടക്കേണ്ട വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചിരിച്ചും ഒരുപാട് പ്രലോഭനങ്ങൾ പറഞ്ഞും പൈസ മേടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ ആ പ്രലോഭനങ്ങളിലെല്ലാം മുഴുകി നമ്മുടെ കയ്യിലില്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ച് അങ്ങോട്ട് കൊടുക്കും. പക്ഷേങ്കിൽ ഈ പറയുന്ന ആൾക്കാർ ഒരു കാരണവശാലും അന്നേരത്തേക്കുള്ള ആ പ്രലോഭനവും സ്നേഹവും സന്തോഷവും അല്ലാതെ പിന്നീട് നമ്മളവിടെ ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ശത്രുക്കളായി കാണുകയും നമ്മളെ വെറും ഭിക്ഷക്കാരായി വരെ അവർ കാണും. അതുകൊണ്ട് ഒരു കാരണവശാലും 5 പൈസയും ആർക്കും തന്നെ ധനം കടം കൊടുക്കാനിട വരരുത്, കടം കൊടുക്കരുത്. അതുപോലെ കടം വാങ്ങരുത്. നമ്മുടെ കയ്യിലുള്ള ധനം കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. ചെയ്യാതെ നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നൊരു കാര്യം. എല്ലാവരും നമ്മളെ ദുഷിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. ഭാര്യ വിരോധം ഉണ്ടാകാനും, ഭാര്യയാണെങ്കിൽ ഭർത്താവിൽ നിന്ന് വിരോധം ഉണ്ടാകാനും, മാറി താമസിക്കാനും, വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാപരമായിട്ടുള്ള തടസ്സങ്ങളും വിഷമതകൾക്കും കാരണമുണ്ടാകാൻ അറിയാത്ത കാര്യത്തിൽ പോലും ചെന്ന് വിടാൻ യോഗം കാണുന്നുണ്ട്. എന്ത് നല്ല പ്രവൃത്തി ചെയ്താൽ അതിനെല്ലാം തടസ്സമായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. മറ്റുള്ളവരുടെ ചതിയിൽപ്പെടാനുള്ള യോഗമുണ്ട്.
അത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക. ബിസിനസ് പരാജയമാണെങ്കിൽ ഒരു കാരണവശാലും ഈ ധനം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വിജയിപ്പിക്കാമെന്ന് കരുതരുത്. കടം മേടിച്ച് ധനം ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു കാരണവശാലും ആ ധനം ലാഭം ഉണ്ടാകത്തില്ല, ബിസിനസ് ഡൗണായി പോകത്തേ ഉള്ളൂ. ശ്രദ്ധ വേണം. അത് 7 ശനിയും കൂടെ ആയതുകൊണ്ടാണ് ഇത്ര വ്യക്തമായ വോയിസോടുകൂടി ഞാനിത് പറയുന്നത്. ശ്രദ്ധിക്കുക, വളരെ ജാഗ്രത വേണം. നമുക്കിപ്പം കുറച്ച് കടമേ ഉള്ളെങ്കിൽ നാളെ ഒരു സമയത്ത് ഇങ്ങനെയും കൂടെ മുടക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ധനവും കൂടെ നമുക്ക് നഷ്ടം വന്നു പോകും. പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും കാര്യങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. ഒരു കാരണവശാലും അശ്വതി നക്ഷത്രക്കാരെ ഞാൻ ഈ പറഞ്ഞ പ്രായത്തിൽപ്പെട്ടവർ പുതിയൊരു ബിസിനസ് ആരംഭിക്കാനോ അതിനകത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യാനോ കൂട്ടു ബിസിനസ്സിൽ ചെന്ന് വിടാനോ ഒന്നും പാടില്ല. ഇവിടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ദുരിതമായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഒരു കാലഘട്ടം കഴിയുന്നിടം വരെ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാം. ചെറിയ രോഗങ്ങൾ വരെ നിങ്ങൾക്ക് ദുരിതപൂർണമായ അവസ്ഥയിൽ എത്തിപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കം അത് കയ്യാങ്കളിയിലെത്താനും കേസ്, കോടതി, ജയിൽവാസം എന്നിവയ്ക്കെല്ലാം തന്നെ യോഗം കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുക. അതുപോലെ ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ രീതിയിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് ഈ 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെ ഉള്ളവർ. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. നിങ്ങൾക്ക് സമയം വളരെ മോശം. നിങ്ങളുടെ വിഷമതകൾ കാര്യങ്ങൾ ഒക്കെ തന്നെ നല്ല ആൾക്കാരുമായിട്ട് സഹായിക്കാൻ മനസ്സുള്ളവരുടെ കൂടെ പങ്കുചേരും. ധനപരമായിട്ട് മാത്രമുള്ളൊരു സഹായമല്ല വേണ്ടത്. നല്ല ഉപദേശത്തിലൂടെ മനസ്സിന് ശാന്തതയും കാര്യങ്ങളും ഒക്കെ കണ്ടെത്താൻ പറ്റും. നല്ല നേർവഴി കണ്ടെത്താൻ പറ്റും. മനസ്സിന് ശാന്തതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. അത് നേടാൻ നോക്കൂ. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം മറക്കരുത്. കമൻറ്റ് ചെയ്യുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇടണം. അതിന് മറുപടി കമൻറ്റിൻ്റെ മുൻഗണനാക്രമത്തിൽ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ.